ഹായ് ഗായ്സ്. എല്ലാവരെ പോലെ തന്നെ എനിക്കും പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള ദിവസമാണ്. കാരണം ഇന്ത്യ 76 റൺസിനാണ് തോറ്റിരിക്കുന്നത്. തോൽവിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പല പോരായ്മകളും ഇന്ന് തെളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അഭിഷേക് ശർമ്മ ഫോമിലല്ലെന്ന് തീർത്തും ഫോമിലല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇഷാൻ കിഷൻ്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിലാണ് ആക്ച്വലി ഇന്ത്യ മുന്നേറിക്കൊണ്ടിരുന്നത്. പിന്നെ ശിവൻ ദൂബയും ഫോമിലാണ്. ബാക്കി നോക്കുമ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ആകട്ടെ, സൂര്യകുമാർ യാദവ് ആകട്ടെ, തിലക് വർമ്മ ഇവരൊന്നും ഫോമിലേ ഇല്ല. തീർത്തും ഔട്ട് ഓഫ് ഫോമാണ്. അവർ റണ്ണേ ബോൾ പോലും എടുക്കാൻ അവർക്ക് പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് വെച്ച് ഇതൊരു ഇത്രയും പറയാൻ പറ്റും. ഓവർ കോൺഫിഡൻസ് ആയ ഇന്ത്യയെ കോൺഫിഡൻസ് ആകാം, പക്ഷേ ഓവർ കോൺഫിഡൻസ് ആകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇതൊരു നല്ലൊരു അറ്റ്ലീസ്റ്റ് ലോക്കൗട്ടിലല്ലല്ലോ. അപ്പോൾ ഇനി തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട്. ഇന്ത്യ തിരിച്ചു വരിക തന്നെ ചെയ്യും. അടുത്ത കളി സിംബാബ്വെ ആയിട്ടാണ്. ഹോപ്പ്ഫുള്ളി അവർ നല്ലതായിട്ട് തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ആൻഡ് ബോളിംഗ് ലൈനപ്പ് ഒരുപാട് റൺസ് ലീക്കായിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഓവേഴ്സിൽ. എസ്പെഷ്യലി ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദൂബയും ഈ പ്രാവശ്യം വരുൺ ചക്രവർത്തി വല്ലാണ്ട് റൺസ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ ഓപ്പണിംഗ് കൊടുത്ത 3 വിക്കറ്റ് ആദ്യമേ എടുത്തായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ, പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നമുക്കത് പറ്റിയില്ല. അതും ഒരു പോരായ്മയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഒത്തിരി റൺസ് മില്ലർ വന്ന് ഒരുപാട് റൺസ് നമുക്ക് ഒരുപാട് ലീക്ക് ആകുന്നതായിട്ട് തോന്നുന്നു. ലൈനിൽ ലെങ്ത്തും വിട്ടുപോയി. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ബുംറയെ ഒന്നുകൂടെ വന്ന് റീച്ചിരുന്നേ ഒരു പക്ഷേ കളി ഒരു ടേണിംഗ് പോയിൻറ്റിലേക്ക് മാറായിരുന്നു. പക്ഷേ 187 സംതിങ് ഒരു വലിയ സ്കോർ തന്നെയാണ്. ഇന്ത്യയുടെ തുടക്കത്തിൽ തന്നെയാണ് ഇന്ത്യ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. പക്ഷേ ആ തുടക്കം ഇന്ന് പാളിയിരിക്കുന്നു. ഇനിയുള്ള കളികളിൽ ആ തുടക്കം ശരിയാകുവാനും അറ്റ്ലീസ്റ്റ് തിലക് വർമ്മയും സൂര്യകുമാറും ഫോമിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് ഒരു നോക്കൗട്ട് മാച്ച് പോലെയാണ് ഇന്ത്യക്ക്. സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് ഈ 2 ടീമുകളെയും തോൽപ്പിച്ച്, അതും റൺ റേറ്റ് വളരെ കുറച്ചാണ് ഇന്ത്യ ഇത് തോറ്റിരിക്കുന്നത്. 76-77 റൺസ് എന്ന് പറഞ്ഞാൽ അത് റൺ റേറ്റിനെ വളരെയേറെ ബാധിക്കും. എനിവേ, നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം. അപ്പോൾ അടുത്ത കളി ഇന്ത്യ ജയിച്ചു വരട്ടെ എന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.